സമാധാനം നിറഞ്ഞ ജീവിതം ഏതൊരാളുടെയും സ്വപ്നമാണ്. പലപ്പോഴും സന്തോഷം തേടി നമ്മൾ അലയാറുണ്ട്. എന്നാൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ സമാധാനപരമായ ചുറ്റുപാടുകൾക്ക് വലിയ പങ്കുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ വർഷവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന സംഘടന ഈ വിഷയത്തിൽ പഠനം നടത്തുകയും ഒരു പട്ടിക പുറത്തിറക്കുകയും ചെയ്യാറുണ്ട്. 2025 ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സമാധാനത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 2008 മുതൽ ഈ യൂറോപ്യൻ രാജ്യം ഈ സ്ഥാനം നിലനിർത്തുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സ്വന്തമായി സൈന്യമില്ലെങ്കിൽ പോലും നാറ്റോ സഖ്യത്തിൽ ഐസ്ലാൻഡ് അംഗമാണ്. അയർലാൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. യൂറോപ്പിലെ ഒരു ദ്വീപ് രാജ്യമായ അയർലൻഡ് സമാധാനത്തിന്റെ കാര്യത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇത്തവണത്തെ പ്രധാന മാറ്റം ന്യൂസിലാൻഡ് മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്നതാണ്. കഴിഞ്ഞ തവണ 4ാം സ്ഥാനത്തായിരുന്ന ന്യൂസിലാൻഡ് ഇത്തവണ ഒരു പടി മുന്നോട്ട് വന്നു. പസഫിക് മേഖലയിൽ നിന്ന് ആദ്യ 10ൽ ഇടം നേടിയ ഏക രാജ്യവും ന്യൂസിലാൻഡ് തന്നെയാണ്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓസ്ട്രിയ ഇത്തവണ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സ്വിറ്റ്സർലാൻഡ് ഒരു പദവി ഉയർത്തി 5ാം സ്ഥാനത്തേക്ക് എത്തി. ഏഷ്യയിൽ നിന്ന് ആദ്യ 10ൽ ഇടം നേടിയ ഏക രാജ്യം സിംഗപ്പൂർ ആണ്. 6ാം സ്ഥാനത്താണ് സിംഗപ്പൂർ ഉള്ളത്. പോർച്ചുഗൽ 7ാം സ്ഥാനം നിലനിർത്തി. യുഎന്നിന്റെ സമാധാന ദൗത്യങ്ങൾക്ക് നൽകുന്ന സംഭാവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോർച്ചുഗലിന് ഈ സ്ഥാനം നിലനിർത്താൻ സഹായിച്ചു. ഡെൻമാർക്ക് 8ാം സ്ഥാനത്ത് തുടരുന്നു. സ്ലൊവേനിയ 9ാം സ്ഥാനം നിലനിർത്തി. അതേസമയം 3 പദവികൾ ഉയർത്തി ഫിൻലാൻഡ് ഇത്തവണ 10ാം സ്ഥാനത്തേക്ക് എത്തി. ഈ ആദ്യ 10ൽ മിക്ക രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളാണെന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ പ്രവാസികൾ കൂടുതലുള്ള UAE, സൗദി അറേബ്യ പോലുള്ള GCC രാജ്യങ്ങളോ ഇന്ത്യയോ ഈ ആദ്യ 10ൽ ഇടം പിടിച്ചിട്ടില്ല. അതേസമയം ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യങ്ങളായി കണക്കാക്കുന്നത് റഷ്യ, യുക്രൈൻ, സുഡാൻ, കോങ്കോ, യമൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ദക്ഷിണ സുഡാൻ, ഇസ്രയേൽ, മാലി എന്നീ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ പലതും നിലവിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവയാണ്. സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115ാമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് 123ാം സ്ഥാനത്തും പാകിസ്ഥാൻ 144ാം സ്ഥാനത്തുമാണ്. അറബ് മേഖലയിൽ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഖത്തറാണ്. കുവൈറ്റ്, ഒമാൻ, UAE, ജോർദാൻ, ടുണീഷ്യ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ ഖത്തറിന് പിന്നിലായുണ്ട്. ഓരോ രാജ്യത്തെയും സുരക്ഷ, സംഘർഷ സാഹചര്യങ്ങൾ, സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ, വിദേശ സഞ്ചാരികളുടെ അഭിപ്രായം എന്നിങ്ങനെ 23 കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. 163 രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അതുപോലെ ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിന്റെ അളവ്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആഗോള പ്രവണതകൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കുന്ന ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. 2025 റിപ്പോർട്ട് ലോകത്ത് സമാധാനപരമായ അവസ്ഥയിൽ കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഇടിവാണിത്. ഒരു രാജ്യത്തിന്റെ സമാധാന നില അളക്കുന്നതിനായി 23 ഗുണപരവും അളവ് അനുസരിച്ചുള്ളതുമായ സൂചകങ്ങൾ ഉപയോഗിച്ച് IEP 3 പ്രധാന മേഖലകളെ വിലയിരുത്തുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെ തോത്, രാഷ്ട്രീയ അസ്ഥിരത, ഭീകരാക്രമണങ്ങളുടെ എണ്ണം, അക്രമപരമായ പ്രകടനങ്ങളുടെ എണ്ണം, തടവിലാക്കപ്പെട്ടവരുടെ എണ്ണം, അഭയാർത്ഥികളുടെയും ആഭ്യന്തരമായി പലായനം ചെയ്തവരുടെയും ജനസംഖ്യയിലെ ശതമാനം, അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയവയും. മറ്റൊന്ന് സൈനികവൽക്കരണവുമാണ്. അതിൽ വലിയ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെയും കയറ്റുമതി ചെയ്യുന്നതിന്റെയും അളവ്, ആണവായുധങ്ങളും വലിയ ആയുധങ്ങളും കൈവശം വെക്കുന്നത്, ചെറിയ തോതിലുള്ള ആയുധങ്ങൾ ലഭ്യത തുടങ്ങിയവയുമാണ്. കൂടാതെ 2025 പ്രധാന കണ്ടെത്തലുകൾ ആഗോള സമാധാനത്തിന്റെ ശരാശരി നില 0.36% കുറഞ്ഞു എന്നതാണ്. ഇത് കഴിഞ്ഞ 17 വർഷത്തിനിടെ 13ാം തവണയാണ് സമാധാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ ഇടിവാണിത്. 74 രാജ്യങ്ങളിൽ സമാധാന നില മെച്ചപ്പെട്ടപ്പോൾ 87 രാജ്യങ്ങളിൽ അത് മോശമായി. നിലവിൽ 59 സജീവമായ രാജ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സംഘർഷങ്ങളുണ്ട്. ഇത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. 2024 1,52,000-ലധികം ആളുകൾ സംഘർഷങ്ങളിൽ മരിച്ചിട്ടുണ്ട്. 84 രാജ്യങ്ങളിൽ GDPയുടെ ശതമാനമായുള്ള സൈനിക ചെലവ് വർദ്ധിച്ചു. ഇത് ആഗോള അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. 2024 ആക്രമണത്തിന്റെ സാമ്പത്തിക ആഘാതം $19.97 ട്രില്യൺ എത്തി.
ഇത് ആഗോള DGPയുടെ 11.6%. ഓരോ വ്യക്തിക്കും $2,446 സാമ്പത്തിക നഷ്ടവുമുണ്ട്. സൈനിക ചെലവ് മാത്രം ഇതിൽ $9 ട്രില്യൺ വരും. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കായി $47.2 ബില്യൺ മാത്രമാണ് 2024 ചെലവഴിച്ചത്. ഇത് മൊത്തം സൈനിക ചെലവിന്റെ 0.52% മാത്രമാണ്. 2008 മുതൽ ഇത് 26% കുറഞ്ഞു. തുടർച്ചയായ 10ാം വർഷവും ലോകത്തിലെ ഏറ്റവും സമാധാനം കുറഞ്ഞ മേഖലയായി ഇത് തുടരുന്നുണ്ട്. ബംഗ്ലാദേശിലെ അടിച്ചമർത്തൽ നടപടികൾ, പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങൾ, അതിർത്തി സംഘർഷങ്ങൾ എന്നിവ കാരണം സമാധാനത്തിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയ മേഖലയാണിത്. ന്യൂസിലാൻഡും സിംഗപ്പൂരും സമാധാനപരമായി തുടരുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം സമാധാനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട്. സുഡാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിൽ ദീർഘകാല സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 2025 സമാധാനത്തിൽ മെച്ചപ്പെട്ട ഏക മേഖലയാണിത്. പെറു പോലുള്ള രാജ്യങ്ങളിലെ ജനാധിപത്യപരമായ മാറ്റങ്ങളും നയപരമായ പരിഷ്കാരങ്ങളും ഇതിന് സഹായിച്ചിട്ടുണ്ട്. ചില സുരക്ഷാ സൂചകങ്ങൾ മെച്ചപ്പെട്ടെങ്കിലും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും രാഷ്ട്രീയ ധ്രുവീകരണവും പ്രധാന പ്രശ്നങ്ങളായി തുടരുന്നു. ഇന്ത്യ 115ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷത്തെ 116ാം സ്ഥാനത്തിൽ നിന്ന് മെച്ചപ്പെട്ട പ്രകടനമാണിത്. ബംഗ്ലാദേശ് 123ാം സ്ഥാനത്തും പാകിസ്ഥാൻ 144ാം സ്ഥാനത്തും അഫ്ഗാനിസ്ഥാൻ 158 എന്നതിലുമാണ്. എന്നിവയെക്കാളെല്ലാം വളരെ മികച്ച സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ആഭ്യന്തര സംഘർഷങ്ങളും അതിർത്തി പ്രശ്നങ്ങളും സൈനികവൽക്കരണവും രാഷ്ട്രീയപരമായ ആക്രമണങ്ങളും ഇന്ത്യ നേരിടുന്നുണ്ടെങ്കിലും കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ധാരണയിലും രാഷ്ട്രീയപരമായ സ്ഥിരതയിലും ഭീകര പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തിലും ഇന്ത്യക്ക് ചില മെച്ചപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്.